അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലോക്ക് 4 പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ ഇന്ന് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് ഉണ്ടാവുക കേട്ടോ. നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹെഡിങ് എഴുതിയിൽ മാറിയിട്ടുണ്ട്. ബ്ലോക്ക് 4 ആണ് കേട്ടോ. മൊഡ്യൂൾ 3 എന്നാണ് എഴുതിയുള്ളത്. 3 അല്ല, 4 ആണ് കേട്ടോ. ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഇതാണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര്, ബ്ലോക്കിന്റെ പേര്. ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 2-3 സെഷനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, എൻ്റെ സ്ക്രീന് അതുപോലെ വോയിസ് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണി, ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മുടെ മൊഡ്യൂളിന്റെ പേര് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതെന്താ സാധനം എന്നുള്ളത് അല്ലെ. സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കുക അല്ലെ. അതുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ പറയുന്ന ആക്ട് ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് തന്നെ ആ ഒരു ഇയർ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. 1 ജൂലൈ 1930 ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നുള്ളത്. ഇത് എന്തിന്റെ മേലാണ് നോക്കിയേ? ദ ലോ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ മൂവബിൾ പ്രോപ്പർട്ടി. ഈ മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്. അതിനെയാണ് പൊതുവെ നമ്മൾ വിൽക്കുക അല്ലെ. ഒരു ഹൗസ് വിൽക്കുന്നത് ഇതിൽ വരൂല, കാരണം വീട് എന്നത് മൂവബിൾ പ്രോപ്പർട്ടി അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, ഇപ്പൊ നമ്മള് വെഹിക്കിൾസ്, മൊബൈൽ, കടയിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ, ഇതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ വരുന്ന ആക്ട്. അപ്പോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗുഡ്സ് വിൽക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടീസ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ ആക്ടിലൂടെ വ്യക്തമാക്കുന്നത്. അത് വന്നിട്ടുള്ളത് 1 ജൂലൈ 1930 അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. വാട്ട് യു മീൻ ബൈ കോൺട്രാക്ട് ഓഫ് സെയിൽ? നോക്കിയേ, അണ്ടർ സെഷൻ 4 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഇനിയിപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് കോൺട്രാക്ട് ആക്ട് ആട്ടോ, അത് മാറിയിട്ടുണ്ട്. ഇനി കോൺട്രാക്ട് അല്ല കേട്ടോ, ഇനി അത് തീർന്ന് ഇനി പുതിയൊരു നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കേട്ടോ. ഇനി കോൺട്രാക്ട് ആക്ട് ഇല്ല, ഇനി പുതിയൊരു ടോപ്പിക് ആണ്, അത് മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോ സെഷൻ 4 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെഷൻ 4 ഇതിനെ കുറിച്ച് പറയുന്നത്. ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് whereby the seller, അപ്പൊ ഒരാളെ പിടിച്ചോളും, സെല്ലർ ട്രാൻസ്ഫർ ഓർ അഗ്രീസ് ട്രാൻസ്ഫർ ടു പ്രോപ്പർട്ടി. സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, കൈമാറ്റം ചെയ്യുന്നുണ്ട്. ആർക്ക്? ടു ദ ബയ്യർ ഫോർ എ പ്രൈസ്. ശ്രദ്ധിച്ചോളൂ അല്ലെ. ഒരു കച്ചവടം എന്ന് പറഞ്ഞപ്പോ എന്താ? സെല്ലർ എന്ത് ചെയ്യും? അയാളുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യും. ആർക്ക്? ബയ്യർക്ക്. എന്തിന്? ഫോർ എ പ്രൈസ് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ്. ഞാൻ എന്റെ കാറ് സജീദിന് വിൽക്കുകയാണ് സപ്പോസ്. അപ്പോ ഞാനിവിടെ ആരാണ്? സെല്ലറാണ്. സജീദ് ആരാണ്? ബയ്യറാണ്. ഓക്കെ, 1 ലക്ഷം രൂപക്കാണ് ഞാൻ എന്റെ കാറ് വിൽക്കുന്നത്. അപ്പൊ ആ 1 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആണ്. അപ്പൊ നോക്കിയേ, ഒരു പ്രൈസിന് വേണ്ടിയിട്ട് സെല്ലറ് തന്റെ ഒരു ഗുഡ്സ് ആർക്ക് വിൽക്കുകയാണ്? ബയ്യർക്ക് വിൽക്കുകയാണ് അല്ലെ. വിൽക്കാന്ന് മീൻസ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്യുക. ഓക്കെ, ഒരു പ്രോപ്പർട്ടിനെ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സെല്ലർ ആർക്ക് വിൽക്കുകയാണ്? ബയ്യർക്ക് വിൽക്കുകയാണ്. ആ ഒരു ട്രാൻസാക്ഷനെ, ആ ഒരു കോൺട്രാക്റ്റിനെ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ആക്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ള അതിന്റെ ഡെഫിനേഷൻ ഓർത്ത് വെക്കണം. ഒന്നുകൂടെ പറയാണ്, ഒരു പ്രൈസിന് വേണ്ടി ഒരു ബയ്യർ ഒരു സെല്ലർക്ക് എന്ത് ചെയ്യാണ്? അതിന്റെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ഇനി ഇത് 3 രൂപത്തിൽ നടത്താറുണ്ട് കേട്ടോ. അഥവാ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് സെയിൽ ഓഫ് ഗുഡ്സ് 3 രൂപത്തിൽ നടത്താറുണ്ട്. ഫസ്റ്റ് വൺ, ഫൗസിയ എന്ന് പറയുന്ന ആള് നിങ്ങളൊന്ന്
ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ. ക്യാമറ ഓൺ ആയിട്ടുണ്ട്, ഒന്ന് ഓഫ് ചെയ്യേ. വീഡിയോ ഓഫ് ചെയ്യണേ. ഓക്കെ, അറിയാതെ വന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഒന്ന് അബ്സല്യൂട്ട് സെയില്, അതായത് ശ്രദ്ധിച്ചോളെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അബ്സല്യൂട്ട് എന്നുള്ളതിന്റെ അർത്ഥം ടോട്ടൽ, മുഴുവൻ, ഫുള്ള് എന്നുള്ളതാണ്. ഇവിടെ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയും ആർക്ക് വിൽക്കും? ബയ്യർ സെല്ലർക്ക് വിൽക്കും. ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അല്ലെ, ഞാൻ എന്താണ്, എന്റെ കാറ് സജീദിന് വിൽക്കുകയാണ്, സജീദിന് വിൽക്കുകയാണ്. അവിടെ ഞാൻ എന്റെ കാർ കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. കാറും അല്ലെങ്കിൽ കാറിന്റെ ടയർ ഞാൻ അവിടെ എടുത്തിട്ട് ബാക്കി ബോഡി മാത്രമല്ല കൊടുക്കുന്നത്, കാറും ടയറും സ്റ്റാറിങ്ങും ഗിയറും എല്ലാം, ഈ കാറും അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ ആർക്ക് കൈമാറുന്നുണ്ട്? സജീദിന് കൈമാറുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പകരം എനിക്ക് 2 ലക്ഷം രൂപയും തന്നിട്ടുണ്ട്. ഇതോടുകൂടെ ഞങ്ങളത് ക്ലോസ് ചെയ്തു. ഇനി അവിടെ ഒന്നും പെൻഡിങ് ഇല്ല. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് സാധനം നമ്മൾ കൈമാറുന്നതിനെയാണ് അബ്സല്യൂട്ട് സെയിൽ എന്ന് പറയാം. അവിടെ ഇനി ഒന്നും പെൻഡിങ് ഉണ്ടാവില്ല. നോക്കിയേ, ഇൻ അബ്സല്യൂട്ട് സെയിൽ the property in the goods passes from the seller to buyer immediately പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്? ആ ഗുഡ്സ് കൈമാറാണ്. അപ്പൊ സപ്പോസ് സജീവന്റെ ഞാൻ പൈസ വാങ്ങി, 2 ലക്ഷം വാങ്ങി, ഞാൻ പറയാണ് എന്റെ കാറ് അടുത്ത മാസം ഞാൻ തരാന്ന് പറഞ്ഞാൽ എന്താവൂല? അത് അബ്സല്യൂട്ട് സെയിൽ ആവില്ല. കാരണം അവിടെ ആ ഗുഡ്സ് ഞാൻ തരില്ല, കൈമാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ എപ്പോഴാണോ നമ്മൾ ആ ഒരു സെയിൽസ് നടക്കുന്നത്, ആ ഒരു കച്ചവടം നടക്കുന്നത്, ആ സമയത്തിന് എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ഗുഡ്സും ആർക്ക് കൈമാറാണ്? സെല്ലർ ബയ്യർക്ക് കൈമാറാണ്. അങ്ങനത്തെ സെയിൽസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സെയിൽ എന്ന് പറയാം. കംപ്ലീറ്റ് കൈമാറുക എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്തത്, രണ്ടാമത്തത് കണ്ടീഷണൽ സെയിൽ. ഇവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടീഷണൽ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് അല്ലെ. നോക്കിയ കണ്ടീഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ, ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഡു നോട്ട് പാസ് ദ ബയ്യർ. ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നില്ല? ബയ്യറിലേക്ക് കൈമാറുന്നില്ല. എപ്പോ? അണ്ടിൽ എ സർട്ടൻ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ നമ്മൾ നോക്കും, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ ഗുഡ്സ് കൈമാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പൊ സജീദിന് എന്റെ കാറ് കൊടുത്തു. ഞാൻ പറയാണ് സജീദ്, ഇയർ ഇപ്പോ അവരുടെ പോട്ടെ, ഞാൻ ഇതീത്തെ ആളുകളും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങളിൽ കുറെ ആളുകള് നിങ്ങളെ പ്രായവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങളെ പേര് വിളിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോ എന്നെക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള പേര് ഇതിലുണ്ട്. സോറി. അപ്പൊ പോട്ടെ, ഞാൻ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാണ്? എന്റെ കാറ് വിൽക്കുകയാണ്. അപ്പൊ ഞാനൊരു കണ്ടീഷൻ പറയാണ് മിസ്റ്റർ എനോട് അല്ലെ. എന്റെ കണ്ടീഷൻ ഇതാണ്, നിന്റെ മോളുടെ കല്യാണത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം? എന്റെ കാറ് തരാം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. എന്നോട് എന്റെ കാറ് വിൽക്കുന്നുണ്ട്, പക്ഷെ ഞാനൊരു കണ്ടീഷൻ പറയാണ്, എന്താണ്? നിന്റെ മകളുടെ കല്യാണത്തിന് ശേഷം. അപ്പൊ അവരുടെ മകളുടെ കല്യാണം ചിലപ്പോൾ അടുത്ത മന്തിലൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കല്യാണത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യുള്ളൂ? ആ കാറ് കൊടുക്കുള്ളൂ. അതാണ് കണ്ടീഷണൽ സെയിൽ ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് അവിടെ നടക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഈ കേസിൽ ഞാൻ കാറ് കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. എപ്പോഴേ കൊടുക്കുകയുള്ളൂ? അവന്റെ മകളുടെ കല്യാണം നടന്നതിന് ശേഷം. കണ്ടോ? അപ്പൊ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അവിടെ ആ സെയിൽസ് എന്നുള്ള ഒരു കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ ഒന്ന് അബ്സല്യൂട്ട് സെയിൽസ് നമ്മൾ പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഗുഡ്സ് കംപ്ലീറ്റ് ആർക്ക് കൈമാറും? ബയ്യർക്ക് കൈമാറും. രണ്ടാമത്തെ കേസിൽ കണ്ടീഷണൽ സെയിലാണ്. അവിടെ ആ ഗുഡ്സ് കൈമാറില്ല. ഏതുവരെ? എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ ഗുഡ്സ് കൈമാറില്ല. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ഗുഡ്സ് ബയ്യർക്ക് കൈമാറുള്ളൂ. മൂന്നാമത്തത് എഗ്രിമെന്റ് ടു സെൽ. എഗ്രിമെന്റ് ടു സെൽ നോക്കിയേ, വേർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ the transfer of property in the goods is to take place a future time. ഇതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ടേം, ഫ്യൂച്ചർ ടൈം. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യൂല? കൈമാറില്ല. ആ ഗുഡ്സ് ഭാവിയിൽ നമ്മൾ പറയും. അവിടെ കണ്ടീഷൻ അല്ല കേട്ടോ, നമ്മളൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗുഡ്സ് കൈമാറുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാന് മിസ്റ്റർ എക്ക് എന്റെ കാറ് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പറയാണ് എന്റെ കണ്ടീഷന്, ഞാൻ അടുത്ത മാസം, ഇതിപ്പോ ഓഗസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് സെപ്റ്റംബർ 10-ാം തീയതി എന്റെ കാറ് തരാം. ഇവിടെ ഒരു ഫ്യൂച്ചർ ടൈം പീരീഡ് പറയുന്നുണ്ട് അല്ലെ. ഫ്യൂച്ചർ ടൈം പീരീഡ്. അപ്പൊ ആ ഫ്യൂച്ചർ ടൈം പീരീഡിനെ ആ ഗുഡ്സിനെ അവിടെ കൈമാറുള്ളൂ. അപ്പൊ സെപ്റ്റംബർ 10-ാം തീയതിയെ എന്റെ സെയിൽസ് അവിടെ നടക്കുകയുള്ളൂ അല്ലെ, ഞാൻ ആ ഗുഡ്സ് കൈമാറുള്ളൂ. അത്തരത്തിലുള്ള സെയിൽസിനെയാണ് നമ്മൾ അഗ്രിമെന്റ് ടു സെയിൽസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ 3 ടൈപ്പ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് അബ്സല്യൂട്ട് സെയിൽസ്, അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഗുഡ്സ് ബയ്യർക്ക് കൈമാറും. രണ്ടാമത് കണ്ടീഷണൽ സെയിൽ, അവിടെ നമ്മൾ കൈമാറില്ല, ഒരു കണ്ടീഷൻ വെക്കും. എപ്പോഴാണോ, അത് ഡേറ്റ് അല്ല കേട്ടോ, ഒരു കണ്ടീഷനാണ് വെക്കുക, ഡേറ്റ് അല്ലേ ഓർത്ത് വെക്കണം.
എപ്പോഴാണ് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നത്, അപ്പൊ മാത്രമേ നമ്മൾ ആ ഗുഡ്സ് അദ്ദേഹത്തിന് കൈമാറുന്നുള്ളൂ. മൂന്നാമത്തത് ടൈമാണ് കേട്ടോ. ഒരു ഫ്യൂച്ചർ ടൈം വെക്കും. ആ സമയമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ഗുഡ്സ് അദ്ദേഹത്തിന് കൈമാറുള്ളൂ. അങ്ങനെ 3 രൂപത്തിൽ നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരം സെയിൽസ് നടത്താറുണ്ട്. ഇനി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് സെയിൽസ്, ഈ ആക്ടുമായി ബന്ധപ്പെട്ട എസെൻഷ്യൽ എലമെന്റ്സ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഒരു വാലിഡ് കോൺട്രാക്ട് ആയിരിക്കണം. ഒരു വാലിഡ് കോൺട്രാക്റ്റിനുള്ള കുറെ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടല്ലോ അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്നത് ഇപ്പോ ഫ്രീ കൺസെന്റ് ആയിരിക്കണം, അഗ്രിമെന്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ മൈനർ ആവരുത്, അൺസൗണ്ട് മൈൻഡ് ആവരുത്, അങ്ങനെ കുറെ കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ഇതിനും ബാധകമാണ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടാവേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ ഈ ഒരു കോൺട്രാക്റ്റിലും ബാധകമാണ്. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് 2 പാർട്ടീസ്. അല്ല, ഈ ഒരു സെയിലിൽ 2 പാർട്ടി ആണെന്നാണ്. ആർക്കൊക്കെ 2 പാർട്ടീസ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? 2 പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? യെസ്, വെരി ഗുഡ്. ഒന്ന് സെല്ലർ, വിൽക്കണ ആള് അല്ലെ, ഹർഷ പറഞ്ഞു. യെസ്. രണ്ടാമത് ഷഹന പറഞ്ഞു ബയ്യർ. അപ്പൊ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും അല്ലെ, 2 ആളുകൾ എന്ത് ചെയ്യണം ഈ കോൺട്രാക്റ്റിൽ ഉണ്ടാവണം. നോക്കിയേ, ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ, 2 ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോൺട്രാക്ട് നടക്കുള്ളൂ. അപ്പൊ ഞാൻ തന്നെ സെല്ലറായി, ഞാൻ തന്നെ ബയ്യറായി, അതൊരിക്കലും എന്താവില്ല, കോൺട്രാക്ട് ആവില്ല. ദെൻ മൂന്നാമത്തത് ഗുഡ്സ്. ഈ വിൽക്കാൻ ഒരു സാധനമാണ് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, എന്റെ കാർ ഉണ്ട് അല്ലെ, അങ്ങനെ ഒരു ഗുഡ്സ് അവിടെ ഉണ്ടാവണം. അതിന് നമ്മൾ പറയുന്ന പേര് സബ്ജക്റ്റ് മാറ്റർ എന്നാണ് കേട്ടോ. എന്താണ്, ഏത് സാധനത്തെയാണ് നമ്മൾ വിൽക്കുന്നത്, ആ ഒരു സബ്ജക്റ്റ് മാറ്റർ, ആ ഒരു ഗുഡ്സ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇല്ലാത്ത കാര്യത്തിന് മേലെ ഒരിക്കലും കച്ചവടം ചെയ്യാൻ പറ്റൂല. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ നിന്ന് എവിടേക്ക്? സെല്ലറിൽ നിന്നും ആരിലേക്ക്? ബയ്യറിലേക്ക് ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം. എന്നാലേ അത് കോൺട്രാക്ട് ആവുള്ളൂ അല്ലെ. സെല്ലർ എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ കാറ്, ഞാനാണ് സെല്ലർ, ഞാൻ എന്ത് ചെയ്യാണ്? മിസ്റ്റർ എക്ക് അത് കൊടുക്കുകയാണ്. അപ്പോൾ സെല്ലറുടെ കയ്യിൽ നിന്നും ആ പ്രോപ്പർട്ടി ബയ്യറിലേക്ക് കൈമാറ്റം ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. എങ്കിൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് അവിടെ നടക്കുള്ളൂ. ദെൻ അടുത്തത് പ്രൈസ് അല്ലെ. അതിന് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയും. ഞാൻ എന്റെ കാറ് വിറ്റു, 2 ലക്ഷം രൂപക്കാണ് വിറ്റത്. ആ 2 ലക്ഷമാണ് അവിടെ പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെയിൽസിൽ എന്തുണ്ടാവണം? പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടാവണം. ഇതാണ് അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അതൊരു സെയിൽ ആക്ട് ആയിട്ട് മാറുന്നുള്ളൂ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെയിലും എഗ്രിമെന്റ് ടു സെല്ലും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം. സെയിലർ എന്താ? ഒരു സാധനം അപ്പൊ തന്നെ വിൽക്കുക, പൈസ വാങ്ങുക, പരിപാടി കഴിഞ്ഞു അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സാധനം വിൽക്കുക, അതിന്റെ പൈസയും വാങ്ങുക, അതോടുകൂടെ ക്ലോസ് ചെയ്ത്. എന്നാൽ എഗ്രിമെന്റ് ടു സെൽ എന്താ? അവിടെ ഞാൻ സാധനം വിൽക്കുന്നില്ല, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുള്ളൂ. അടുത്ത മാസം നിനക്ക് ഈ സാധനം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുള്ളൂ. സാധനം കൈമാറുന്നില്ല. സാധനം എപ്പോഴേ കൈമാറുള്ളൂ? അടുത്ത മാസം എപ്പോഴാണ് സമയം എത്തുന്നത് അപ്പോഴേ കൈമാറുള്ളൂ അല്ലെ. അപ്പോ സെയിൽസ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം വിൽക്കുക. എഗ്രിമെന്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിൽക്കുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ആ സാധനം ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും? സെല്ലറുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഒരു ഫ്യൂച്ചർ ഡേറ്റ് പറയും. ആ ഡേറ്റിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ സാധനം അങ്ങോട്ട് കൈമാറുന്നുള്ളൂ. ഇനി നോക്കാം നമ്മളെ ഡിഫറൻസ്. സെയില്, ദ പ്രോപ്പർട്ടി ഓർ ഓണർഷിപ്പ് ദ ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി പാസ് അല്ലെ. നമ്മൾ പറഞ്ഞു ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കൈമാറും. ആർക്ക്? സെല്ലർ ബയ്യർക്ക് അല്ലെ. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ സെല്ലർ ബയ്യർക്ക് ആ ഗുഡ്സ് കൈമാറും. അതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയാ. സെയിൽ എന്ന് പറയാ. ഇനി എഗ്രിമെന്റ് ടു സെയിലോ നോക്കിയേ, ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ സം ഫ്യൂച്ചർ ഡേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ തന്നെ ഗുഡ്സ് കൈമാറില്ല. പിന്നെ എപ്പോഴാ കൈമാറാ? ഒന്നുകിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ് വെക്കും. ഞാൻ പറയാണ് സെപ്റ്റംബർ 10-ാം തീയതി നിനക്ക് ഈ സാധനം തരാം അല്ലെ. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടാക്കണം. നോക്കി, എഗ്രിമെന്റ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ സാധനം അവിടെ കൈമാറുന്നില്ല. എന്നേ കൈമാറുള്ളൂ? സെപ്റ്റംബർ 10-ാം തീയതിയെ കൈമാറുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ വെക്കും അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ ആ കാർ ഞാൻ നിനക്ക് തരാം. അവിടെ കണ്ടീഷൻ ഉണ്ട്. എന്താ? അവരുടെ മോളെ കല്യാണം എന്നുള്ളത്. അപ്പൊ ഒന്നുകിൽ ഒരു കണ്ടീഷൻ വെക്കും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ് വെക്കും. എന്നിട്ടേ നമ്മൾ എന്തുള്ളൂ, ആ ഗുഡ്സ് കൈമാറുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഇപ്പൊ ഗുഡ്സ് കൈമാറുന്നില്ല. പകരം ഒരു ഫ്യൂച്ചറിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വെക്കും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഡേറ്റ് എത്തിയാൽ മാത്രമേ നമ്മൾ ആ ഒരു സാധനം കൈമാറുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഗ്രിമെന്റ് ടു സെയിൽ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, അപ്പൊ സെയിലിന്റെ കേസിൽ ദ ഗുഡ്സ് ബിലോങ് ടു ദ ബയ്യർ. ഇവിടെ ഗുഡ്സ് ആരെടുത്താ ഉണ്ടാവുക? സെയിൽസ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ബയ്യർ എടുത്താണ് ഗുഡ്സ് ഉണ്ടാവുക അല്ലെ. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ കൈമാറുന്നുണ്ട്. ഇപ്പൊ എന്റെ കാർ ഓൺ ദി സ്പോട്ടിൽ ഞാൻ കൈമാറുന്നുണ്ട്, അയാൾക്ക് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് കൈമാറുന്നതുകൊണ്ട് തന്നെ ആ ഗുഡ്സ് ആരെടുത്താ ഉള്ളത്? ബയ്യർ അടുത്താ ഉള്ളത്. ഇനി ആ ഗുഡ്സിന് എന്തെങ്കിലും പറ്റിയാൽ അത് ആരെ ഏൽക്കണം? ബയ്യർ ഏൽക്കണം. കാരണം ആ ഗുഡ്സ് അയാൾ എടുത്തെത്തിയിട്ടുണ്ട്, അതിന്റെ ഓണർഷിപ്പ് ഒക്കെ ഞാൻ കൈമാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡാമേജോ മറ്റോ വന്നാൽ അത് ആരെന്നെ സഫർ ചെയ്യണം? വിൽ സഫർ ദ ലോസ്, ബയ്യർ തന്നെ സഫർ ചെയ്യണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബയ്യർക്ക് സാധനം കൈമാറിയിട്ടുണ്ട്, കൈമാറിയതിനു ശേഷം എന്തെങ്കിലും ഡാമേജുകളോ മറ്റോ വന്നാൽ അത് ആര് വഹിക്കണം? ബയ്യർ തന്നെ അത് വഹിക്കണം. ഇനി നോക്കിയേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് പറയൂട്ടോ. എഗ്രിമെന്റ് ടു സെല്ല് നമ്മൾ പറഞ്ഞു ഇപ്പോൾ വിൽക്കുന്നില്ല, ഫ്യൂച്ചർ ഡേറ്റിലാണ് വിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഡേറ്റ് വരെ ആ സാധനം ആരെ കസ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക? ഒരു ഉദാഹരണം ഞാൻ പറയാണ്, സെപ്റ്റംബർ 10-ാം തീയതിന്റെ കാറ് ഞാൻ ഷാനക്ക് വിൽക്കാണെന്ന് പറഞ്ഞു. ആ സെപ്റ്റംബർ 10-ാം തീയതി വരെ എന്റെ ചോദ്യം ഇതാണേ, ആ കാർ ആരെ കയ്യിലായിരിക്കും ഉണ്ടാവുക? സെല്ലറെ കയ്യിലാണോ അതോ ബയ്യറെ കയ്യിലാണോ? യെസ്, സെല്ലറെ കയ്യിലാണ്. യെസ് അല്ലെ, ഹർഷ പറഞ്ഞ പോലെ, സജീദ് പറഞ്ഞ പോലെ സെല്ലറെ കയ്യിലാണ് ആ ഗുഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗുഡ്സിന് എന്തെങ്കിലും ലോസ് വന്നാൽ ആരെന്നെ സഫർ ചെയ്യണം? സെല്ലർ തന്നെ സഫർ ചെയ്യണം. അല്ലെ, നോക്കിയേ, ദ ഗുഡ്സ് ബിലോങ് ടു ദ സെല്ലർ. സെല്ലറെ കയ്യിലാണ് ഈ കേസിൽ ആ ഗുഡ്സ് ഉള്ളത്. ആൻഡ് വിൽ സഫർ ദ ലോസ്. ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആര് സഹിക്കണം? സെല്ലർ തന്നെ സഹിക്കണം. കാരണം എന്തിയെ? ആ ഗുഡ്സ് കൈമാറിയിട്ടില്ലല്ലോ, അടുത്ത മാസമല്ലേ അത് കൈമാറുക. അതുവരെ ഗുഡ്സ് ആരെ കസ്റ്റഡിയിലാണ്? സെല്ലർ കസ്റ്റഡിയിലാണ്. സംഭവം വിൽക്കാന്നൊക്കെ എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ഗുഡ്സ് സെല്ലറെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് ആരെന്നെ വഹിക്കണം? സെല്ലർ തന്നെ വഹിക്കണം. അല്ലെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഓക്കെ, ഇഫ് ദ ബയ്യർ ഫെയിൽസ് ടു പേ ദ പ്രൈസ്. ഇനി നമ്മൾ സെയിൽസ് ആട്ടോ പറയുന്നത്, സാധനം വിറ്റു, ഓൺ ദ സ്പോട്ടിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം കൈമാറി. പക്ഷേ ബയ്യർ എന്ത് ചെയ്തു? അതിന്റെ വില കൊടുക്കും. 2 ലക്ഷം രൂപ പറഞ്ഞു, ആ വില കൊടുക്കാൻ അയാൾ ഫെയിലായി, അഥവാ പൈസ കൊടുക്കാൻ അയാൾ ഫെയിലായി. ദ സെല്ലർ ക്യാൻ സ്യൂ ഹിം ഫോർ പ്രൈസ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? സെല്ലർക്ക് പരാതിപ്പെടാം, പരാതി കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ എന്റെ കാറ് വിറ്റു, സെയിലാണ് കേട്ടോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫഹ്മിദക്ക് ഞാൻ എന്റെ കാറ് വിറ്റു. ഓക്കെ, ഫഹ്മിദ എനിക്ക് എന്ത് ചെയ്യണം? 2 ലക്ഷം രൂപ തരണം. പക്ഷെ ഫഹ്മിദ ആ പൈസ തരാൻ ഫെയിലായി, അവരെനിക്ക് പൈസ തന്നില്ല, അവരെ കൊണ്ട് ആ പൈസ ഒപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ ഫഹ്മിദക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. കാരണം എന്തിനാ? എന്റെ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, എന്റെ ഗുഡ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അവര് പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് അവർക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്നുകൂടെ പറയാണ്, ഇഫ് ദ ബയ്യർ ഫെയിൽസ് ടു പേ ദ പ്രൈസ്, ആ വില പൈസ തരാൻ ആ ബയ്യർ ഫെയിലായാൽ, കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അഥവാ സെല്ലർക്ക് എന്ത് ചെയ്യാം? അതിനെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഈ കേസിൽ നോക്കിയേ, ദ സെല്ലർ ക്യാൻ റിക്കവർ ദ ഗുഡ്സ്, ക്യാൻ സ്യൂ ഫോർ ദ ഡാമേജസ് ആൻഡ് ക്യാൻ റീസെൽ ദ ഗുഡ്സ്, ബട്ട് കനോട്ട് സ്യൂ ദ ഇന്റൻഡഡ് ബയ്യർ ഫോർ റിക്കവറി ഓഫ് പ്രൈസ്. ശരിക്കും ശ്രദ്ധിച്ചോളി, ഇപ്പോ എഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് ആ ഗുഡ്സ് ആരുടെ കയ്യിൽ തന്നെയാണ്? സെല്ലറെ കയ്യിൽ തന്നെയാണ്, അല്ലെ? ഇനി ആ സാധനം ശരിക്കും ശ്രദ്ധിച്ചോളി, ഈ സെല്ലർക്ക് എന്ത് ചെയ്യാം? റീസെല്ല് ചെയ്യാം. അഥവാ അയാള് ശ്രദ്ധിക്കേ, അതിന് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് അതിൽ ആഡ് ചെയ്യാണ് ഞാൻ. ഇവിടെ ഏത് നമ്മളെ സെയിൽസിൽ ഒന്നുകൂടെ ഇവിടെ നോക്കിയേ, അദ്ദേഹത്തിന് റീസെല്ല് ചെയ്യാനുള്ള അധികാരമല്ല. കാരണം ഞാൻ ഓൾറെഡി എന്റെ ഗുഡ്സ് ആർക്ക് ഫഹ്മിദക്ക് വിറ്റിട്ടുണ്ട്, അല്ലെ? ഫഹ്മിദ പൈസ തന്നില്ല, അതുകൊണ്ട് ഞാൻ ഫഹ്മിദിന്റെ അടുത്ത് പോയിട്ട് ആ ഗുഡ്സ് എന്നെ തിരിച്ചു വാങ്ങിയിട്ട് അത് റീസെല്ല് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. കാരണം അത് ഓൾറെഡി ഞാൻ ഫഹ്മിദക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ എനിക്ക്? അവള് പൈസ തരാത്തതിന്റെ പേരിൽ അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും, അതിന് അധികാരമുണ്ട്. പക്ഷെ ഈ കേസിൽ ശരിക്കും ശ്രദ്ധിച്ചോളി, സെല്ലർ കയ്യിലാണ് ആ ഗുഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബയ്യർ പൈസ കൊടുത്തില്ല, അപ്പൊ ആ ഗുഡ്സ് എന്ത് ചെയ്യാം? ഈ സെല്ലർക്ക് റീസെല്ല് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്നുകൂടെ പറയാണേ, ഞാൻ അടുത്ത മാസം സെപ്റ്റംബർ 10-ാം തീയതിയാണ് അർഷക്ക് എന്റെ ഗുഡ്സ് കൊടുക്കാമെന്ന് ഏറ്റത്. സെപ്റ്റംബർ 10-ാം തീയതി ഗുഡ്സ് കൊടുക്കാമെന്ന് ഏറ്റു. അർഷനോട് ഞാൻ അപ്പൊ തന്നെ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്, അർഷ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അർഷക്ക് ആ ക്യാഷ് തരാൻ പറ്റില്ല. അന്നല്ല കേട്ടോ, ക്യാഷ് ഇപ്പൊ തന്നെ വാങ്ങുന്നുണ്ട് ഞാൻ. അപ്പൊ അർഷക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാഷ് തരാൻ പറ്റിയില്ല. ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് 15-ന് ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഗസ്റ്റ് 15-ന്റെ ഉള്ളിൽ അർഷക്ക് ആ ഗുഡ്സിന്റെ പൈസ എനിക്ക് തരാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് വേറൊരാൾക്ക് റീസെല് ചെയ്യാം. കാരണം എന്ത് ചെയ്യാം? അവർക്ക് എനിക്ക് പൈസ തരാൻ പറ്റിയില്ല. ആ ഗുഡ്സ് ഇപ്പൊ എന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അവര് പൈസ തരാത്ത കാരണം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് വേറെ ഒരാൾക്ക് റീസെല് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേം ഇതാണ്, സെയിലിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഗുഡ്സ് വീണ്ടും റീസെല് ചെയ്യാൻ പറ്റൂല, കാരണം ഓൾറെഡി അയാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടെ മനസ്സിലാക്കുക, ആ ഗുഡ്സ് ആരെ കസ്റ്റഡിയിൽ തന്നെയാണ്? നമ്മുടെ സെല്ലറെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? പൈസ തന്നിട്ടില്ലെങ്കിൽ ആ ഗുഡ്സ് വേറൊരാൾക്ക് റീസെല് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല നോക്കിയേ, ഈ കനോട്ട് സ്യൂ ദ ഇന്റന്റഡ് ബയർ. ആ ബയ്യർക്ക് എന്ത് ചെയ്യാൻ, ബയ്യർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. അതാണ്, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് ഞാന് സുനീതക്ക് അടുത്ത മാസം അല്ലെ, അടുത്ത മാസം 10-ാം തീയതി ഗുഡ്സ് തരും എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ ഗുഡ്സ് ഇപ്പൊ എന്റെ കയ്യിൽ തന്നെയാണ്, കൊടുത്തിട്ടില്ല കേട്ടോ. സുനിത എന്ത് ചെയ്തില്ല, എനിക്ക് പൈസ തന്നില്ല. ഈ മാസം 15-ാം തീയതി പൈസ തരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സുനിത പൈസ തന്നില്ല. സ്വാഭാവികം എനിക്ക് എന്ത് ചെയ്യാം? സുനിതക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ആ ഗുഡ്സ് സുനിതക്കും കൊടുത്തിട്ടില്ലല്ലോ. ഗുഡ്സ് ആരുടെ കയ്യിൽ തന്നെയാണ്? എന്റെ കയ്യിൽ തന്നെ ഉള്ളത്. ഓക്കെ, ആ ഗുഡ്സ് എന്റെ കയ്യിൽ തന്നെ ഉള്ളത്, ഞാൻ സുനിതക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല? സുനിതക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സുനിതനെ ഈ കോൺട്രാക്ടറിനായിട്ട് ഒഴിവാക്കാം. കാരണം അവള് പൈസ തന്നിട്ടില്ലല്ലോ. പകരം എനിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് വേറൊരാൾക്ക് എടുത്ത് വിൽക്കാൻ പറ്റും. ആ കോൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായില്ലേ ഈ ഒരു പോയിന്റ്? ശരിക്കും ഇതിൽ 2 പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന്, ആ ഗുഡ്സ് റീസെൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ടേമും വരുന്നുണ്ട്. മറ്റൊന്ന്, ആ ഗുഡ്സിൽ പരാതി കൊടുക്കാൻ പറ്റൂല്ലേ എന്നുള്ളതും വരുന്നുണ്ട്. കിട്ടിയോ? ഈ ഒരു പോയിന്റ് കിട്ടിയോ? 2 പോയിന്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഒന്നുകൂടെ പറയണോ ഈ ഒരു പോയിന്റ്? ചോദിച്ചോളിയും. റെഡി ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഓക്കെ ആണല്ലേ? യെസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. യെസ്, ഒന്നുകൂടെ പറയാം കേട്ടോ. ഞാൻ ഈ പോയിന്റിനെ 2 പോയിന്റ് ആക്കിയിട്ട് പറയണേ. 2 പോയിന്റ് ആക്കിയിട്ട് പറയാണ് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോഴും എന്ത് ചെയ്യാം? 2 പോയിന്റ് ആക്കി എഴുതാം. എന്നാ ഒന്നും കൂടെ സിമ്പിൾ ആവും. അതായത് ശരിക്കും ശ്രദ്ധിച്ചോളേ, സെയില് ഞാനൊരു സാധനം വിറ്റു, സാധനം അവർ കൊണ്ടുപോയി. ഇനി പറയാണേ, അതാ ഞാന് ആർക്കപ്പോ ഹർഷക്ക് എന്റെ കാറ് വിറ്റു, ഹർഷ എന്റെ കാറായിട്ട് പോയി. ഓക്കെ, അതാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിറ്റു പോയി. ഹർഷിനോട് ഞാൻ പൈസ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി എന്ത് ചെയ്യണം? ആ പൈസ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹർഷ ഫെയിൽസ് ടു പേ, ആ പൈസ തരാൻ വിട്ടുപോയി, ആ പൈസ എനിക്ക് തന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഹർഷക്കെതിരെ കേസ് കൊടുക്കാം. എന്തുകൊണ്ട്? എന്റെ ഗുഡ്സ് അവള് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ആ കാർ അവള് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എനിക്ക് തരേണ്ട 2 ലക്ഷം രൂപ അവള് തന്നില്ലല്ലോ. അപ്പൊ എനിക്ക് അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് പറയാണേ, എഗ്രിമെന്റ് ടു സെല്ലില് മനസ്സിലാക്കണം, ഞാൻ ഗുഡ്സ് വിൽക്കുന്നില്ല, എഗ്രിമെന്റ് എഴുതുന്നുള്ളൂ. എന്ത്? അടുത്ത മാസം സെപ്റ്റംബർ 10-ാം തീയതി ഗുഡ്സ് തരാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് എഴുതുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് പറയൂടാ. ഓക്കെ, ഞാൻ ജുമാനോട് പറയാണ്, അടുത്ത മാസം 10-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കി. എന്നിട്ട് ജുമാനോട് ഞാൻ പറയാണ്, ഈ മാസം തന്നെ, അഥവാ ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി എന്ത് ചെയ്യണം? പൈസ തരണം എന്ന് പറഞ്ഞു. ജുമാന പൈസ തന്നില്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ജുമാനക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരമല്ല. കാരണം എന്താ? കേസ് കൊടുക്കാനുള്ള അധികാരമല്ല, കനോട്ട് സ്യൂ എന്നാ പറഞ്ഞ. കാരണം എന്താ? ജുമാന എന്റെ ഗുഡ്സ് കൊണ്ടുപോയിട്ടില്ല അല്ലെ. അടുത്ത മാസം തരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്റെ ഗുഡ്സ് കൊണ്ടുപോയിട്ടില്ല. ആ ഗുഡ്സ് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട്, ആ കാർ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അവള് അത് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് അധികാരമല്ല. ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് കേസിൽ, സെയിൽസിന്റെ കേസിൽ ബയ്യർ എന്ത് ചെയ്തു? പൈസ തരാൻ വിട്ടുപോയാൽ ആ ബയ്യർക്കെതിരെ കേസ് കൊടുക്കാൻ അധികാരമുണ്ട്. കാരണം എന്റെ ഗുഡ്സ് അവർ കൊണ്ടുപോയിട്ടുണ്ട്, അതാണ് അതിന്റെ കാരണം കേട്ടോ. റീസൺ മനസ്സിലാക്കണം. രണ്ടാമത്തെ കേസിൽ ഞങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഗുഡ്സ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ, ഗുഡ്സ് കൊണ്ടുപോയിട്ടില്ല. അപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? ഗുഡ്സ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അവള് പൈസ തന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പോയിന്റ് റെഡിയാണോ? കേസ് കൊടുക്കാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റില്ല. ആ പോയിന്റ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. റെഡിയാണോ? ഓക്കെ, റെഡി. ഇനി അടുത്തൊരു പോയിന്റും കൂടെ ഇതിൽ വരുന്നുണ്ട്, അതും കൂടെ നോക്കിയേ. അതായത് ഇപ്പോ ഞാൻ സെയിൽ ചെയ്തു അല്ലെ, ഞാന് ഹസീലിന് സാധനം വിറ്റു, അല്ലെ. അവൻ എനിക്ക് പൈസ തന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് ആ കാറ് വീണ്ടും റീസെൽ ചെയ്യാൻ എനിക്കില്ല. ആ ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. ഓ റെഡി, മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നോക്കിക്കോളൂ. രണ്ടാമത്തെ കേസ് ഞാൻ പറയാണ്, ഞാൻ സാധനം വിറ്റു കേട്ടോ, വിറ്റു. നമ്മളെ ഹസീലിന് ഞാൻ സാധനം വിറ്റു, അവൻ പൈസ തരാൻ വിട്ടുപോയി.
അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അവന്റെ വീട്ടിൽ പോയിട്ട് ആ കാർ എടുത്തുകൊണ്ട് തിരിച്ച് വേറെ ആൾക്ക് വിൽക്കണം. അതിന് അധികാരം എനിക്കില്ല. എന്ത് ചെയ്യാം, പൈസ തരാത്തിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും, പക്ഷെ ആ സാധനം റീസെല് ചെയ്യാൻ അധികാരമല്ല. കാരണം ആ ഗുഡ്സ് ഇപ്പൊ ആരുടെ കയ്യിൽ തന്നെയാണ്, ആരുടെ ഉടമസ്ഥതയിൽ തന്നെയാണ്, അസീലിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പൊ ആ സാധനം റീസെല് ചെയ്യാൻ അധികാരം എനിക്കില്ല. എന്നാൽ ഈ കേസിൽ എഗ്രിമെന്റ് ടു സെയിൽ എന്നുള്ള കേസിൽ ആ സാധനം ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ കാറ് കൊടുത്തിട്ടില്ല, അടുത്ത മാസം കൊടുക്കുന്ന പറഞ്ഞത്, പക്ഷെ അവര് പൈസ തരാൻ വിട്ടു അല്ലെ, പൈസ എനിക്ക് തന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, വേറൊരാള് ഹസീലിനെ മാറ്റിയിട്ട് വേറെ ഒരാൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് റീസെല് ചെയ്യാം. അതിന്റെ റീസൺ മനസ്സിലാക്കിയത് ഇത് സംഭവം സിമ്പിൾ ആണ്. ഇവിടെ റീസെല് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ, കാർ ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ ഒരു ഉടമസ്ഥാവകാശം കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് റീസെല് ചെയ്യാൻ അധികാരം എനിക്കില്ല. ഇവിടുത്തെ കേസിലോ ഞാൻ ആ കാർ കൊടുത്തിട്ടില്ല, എഗ്രിമെന്റ് എഴുതിയിട്ടുള്ളൂ, അടുത്ത മാസം തരും പറഞ്ഞിട്ട് എഗ്രിമെന്റ് എഴുതിയിട്ടുള്ളൂ, ആ കാർ കൊടുത്തിട്ടില്ല, കാർ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അയാൾ പൈസ തരാത്തോണ്ട് അയാളെ ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ ആൾക്ക് റീസെല് ചെയ്തു. അപ്പോ സെയിൽസിന്റെ കേസിൽ റീസെല് ചെയ്യാൻ പറ്റില്ല, എഗ്രിമെന്റ് ടു സെല്ലിന്റെ കേസിൽ റീസെല് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ പോയിന്റ്? യെസ് യെസ്, ഓക്കെ, റെഡി 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 റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് നോക്കിയേ. If the buyer gets insolvent before he pays the price. ശ്രദ്ധിച്ചോളി, ഇപ്പൊ ഞാനൊരു മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾക്ക് സാധനം വിറ്റു, വിറ്റതിന് ശേഷം അയാൾ എന്തായി, ഇൻസോൾവെന്റ് ആയി, പാപ്പരായി അല്ലെ, പാപ്പരായി പ്രഖ്യാപിച്ചു. വിറ്റതിന് ശേഷം കേട്ടോ, ഇഫ് ബയർ ഗെറ്റ്സ് ഇൻസോൾവെന്റ് ബിഫോർ ഹിസ് പേസ്, അയാൾ പൈസ തന്നിട്ടുമില്ല. നോക്കിയേ, ഞാൻ മിസ്റ്റർ എ എന്ന് പറഞ്ഞ ആൾക്ക് വിറ്റു, സാധനം വിറ്റു, പൈസ തരാമെന്ന് ഏൽക്കിയിരുന്നു, പക്ഷെ പൈസ അവൻ തന്നില്ല. ആ പൈസ തരുന്നതിന് മുമ്പ് എന്തായി, ഇൻസോൾവെന്റ്, പാപ്പരായി കോടതി പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ദ സെല്ലർ മസ്റ്റ് ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയേഴ്സ് ഒഫീഷ്യൽ. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ആ ഗുഡ്സിനെ അവനല്ല കൊടുക്കേണ്ടത്, ആ ബയർ ഒഫീഷ്യലിന് കൈമാറാം. അഥവാ അതിന്റെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ അവന്റെ റിലേറ്റീവ്സ്, ഇപ്പൊ അവന്റെ വീട്ടില് അവന്റെ ഫാദറോ മദറോ മക്കളോ ആരാച്ച അവന്റെ ഒഫീഷ്യൽസിന് എന്ത് ചെയ്യാം, കൈമാറാം. അവന് കൈമാറേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അവന്റെ ഒഫീഷ്യൽസിന് കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ആ പൈസ ഈടാക്കണം. ഇനി എനിക്ക് ഏനോട് ചോദിക്കാൻ പറ്റൂല, കാരണം എ എന്തായി, ഇൻസോൾവെന്റ് ആയി. ഇൻസോൾവെന്റ് ആയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി വിറ്റല്ലോ, ആ ഗുഡ്സ് ആർക്ക് കൈമാറാം, ബയ്യറുടെ അഥവാ എന്റെ ഒഫീഷ്യൽസിന് കൈമാറാം. ഒഫീഷ്യൽ മീൻസ് അവന്റെ റിലേറ്റീവ്സിന് കൈമാറാം. എന്നിട്ട് അവരെടുത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, പൈസ ഈടാക്കാം. അല്ലാണ്ട് അവനോട് ഇനി പോയി ചോദിക്കാൻ പറ്റില്ല, ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട്. ഇനി ഈ കേസിൽ നോക്കിയേ, ഇഫ് ബയർ ഗെറ്റ്സ് ഇൻസോൾവെന്റ് ബിഫോർ പേസ് ദ പ്രൈസ്. ഈ കേസിൽ ഇതുപോലെ തന്നെ ബയർ എന്തായി, ഇൻസോൾവെന്റ് ആയി, പൈസ തരുന്നതിന് മുമ്പ് അവൻ ഇൻസോൾവെന്റ് ആയി. ദ സെല്ലർ ക്യാൻ റെഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ്. അവൻ സെല്ലർക്ക് എന്ത് ചെയ്യാം, ഞാൻ ഗുഡ്സ് കൊടുത്തിട്ടില്ലല്ലോ. ഫസ്റ്റത്തെ കേസിൽ ഗുഡ്സ് കൊടുത്തിരുന്നു, ഈ രണ്ടാമത്തെ കേസിൽ ഗുഡ്സ് കൊടുത്തിട്ടില്ല. ഗുഡ്സ് കൊടുക്കുന്നതിന് മുമ്പ് അവൻ എന്തായി, ഇൻസോൾവെന്റ് ആയി, അവന് പേയ്മെന്റ് തന്നിട്ടുമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം റെഫ്യൂസ് ചെയ്യാം. ഇനി അവർക്ക് കൊടുക്കണ്ട, കാരണം അവൻ ഇൻസോൾവെന്റ് ആയതുകൊണ്ട് ഇനി അവനുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്ട് തന്നെ നിരസിക്കാൻ പറ്റും, അഥവാ അവനക്ക് ഗുഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് വേറൊരു ഓപ്ഷൻ കൂടെ പറയാം, അവന് പേയ്മെന്റ് തന്നു, എന്നിട്ടാണ് അവൻ ഇൻസോൾവെന്റ് ആയതെങ്കിൽ ആ ഗുഡ്സ് കൊടുക്കണം. അത് അവനല്ല, അവന്റെ ഒഫീഷ്യൽസിന് കൊടുക്കണം, കാരണം പേയ്മെന്റ് തന്നതുകൊണ്ട് കേട്ടോ. ഇവിടെ അവന് പേയ്മെന്റ് തന്നില്ല, അവന് ഇൻസോൾവെന്റ് ആയി, ഗുഡ്സ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, ഗുഡ്സ് എന്റെ കൈവശം തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് ഇനി അവനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ എന്താല്ല, കോൺട്രാക്റ്റിൽ പെട്ട ആളല്ല. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അത് റെഫ്യൂസ് ചെയ്യാം. ദ ലാസ്റ്റ്, ഇഫ് ദ സെല്ലർ ഗെറ്റ്സ് ഇൻസോൾവെന്റ്. ഇനി ഇത് ബയ്യർ ഇൻസോൾവെന്റ് ആയ കഥയെ പറഞ്ഞിട്ടോ, ഇവിടെ രണ്ടിടത്തും ബയ്യർ. ഇനി സെല്ലർ ഇൻസോൾവെന്റ് ആയി. ഓക്കെ, സെല്ലർ ഗെറ്റ്സ് ഇൻസോൾവെന്റ്, വിൽക്കുന്ന ആളെന്തായി, ഇൻസോൾവെന്റ് ആയി. ദ ബയ്യർ ക്യാൻ റിക്കവർ ഗുഡ്സ് ഫ്രം സെല്ലേഴ്സ് ഒഫീഷ്യൽ. സിമ്പിൾ ആണ്. അപ്പൊ അതാ, ഞാൻ എന്റെ കാറ് വിൽക്കുന്ന ആളാണ്, ജുമാനക്ക് ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ്, ഞാൻ എന്തായി, ഇൻസോൾവെന്റ് ആയി, അഥവാ എന്നെ പാപ്പരായിട്ട് കോടതി പ്രഖ്യാപിച്ചു. ഇനി ജുമാനക്ക് എന്റെ അടുത്ത് നിന്ന് കാറ് വാങ്ങാൻ പറ്റൂല, കാരണം ഇൻസോൾവെന്റ് ആയ ഒരാളുമായിട്ട് കരാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ജുമാനക്ക് എന്ത് ചെയ്യാം, എന്റെ ഒഫീഷ്യൽസിന്റെ അടുത്ത്, അഥവാ എന്റെ റിലേറ്റീവ്, എന്റെ വൈഫ്, എന്റെ മക്കള്, എന്റെ ഫാദർ മദർ അല്ലെ, എന്റെ ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം, ആ കാറ് വാങ്ങിക്കാം. എന്റെ അടുത്തും പറ്റൂല, പക്ഷെ എന്റെ ഒഫീഷ്യൽസിന്റെ അടുത്തുനിന്ന്, അഥവാ എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് വന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാം, ആ കാറ് വാങ്ങിക്കാൻ പറ്റും.
ഇനി ഈ കേസിലൊക്കെ സെല്ലർ ഗെറ്റ്സ് ഇൻസോൾവെന്റ്. ഈ കേസിൽ സെല്ലർ ഇൻസോൾവെന്റ് ആയി. ദ ബയ്യർ ഹു ഹാഡ് പെയ്ഡ് ദ പ്രൈസ്. ബയ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലെയിം റീറ്റബിൾ ദ ഡിവിഡൻഡ്, അതായത് എന്ത് ചെയ്യാം? ആ പൈസ തിരിച്ചു വാങ്ങിക്കാം. എന്നൂടെ പറയാണ്, ആരുടെ അടുത്ത്? അവന്റെ ഒഫീഷ്യൽസിന്റെ അടുത്ത്. അവന്റെ അടുത്ത് ഇനി പറ്റൂല. അപ്പൊ സെല്ലർ എന്തായി? ഇൻസോൾവെന്റ് ആയി. ബയ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളെ ബയ്യർക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാ അറിയോ? ആ കാറ് വാങ്ങിക്കാം. കാർ മീൻസ് ആ ഗുഡ്സ് വാങ്ങിക്കാം. ആരെടുത്ത്? അവന്റെ അടുത്ത് പറ്റൂല, അവന്റെ ഒഫീഷ്യൽസിന്റെ അടുത്ത് വാങ്ങിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവൻ കൊടുത്ത പൈസ അതുപോലെ തിരിച്ചു വാങ്ങിക്കാം. ആരെടുത്തുനിന്ന്? അവന്റെ ഒഫീഷ്യൽസിന്റെ അടുത്ത് അത് വാങ്ങിക്കാം. ഇതാണ് സെയിലും എഗ്രിമെന്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത് റെഡിയാണ്? ഈ പോയിന്റ് ഓക്കെ ആണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഈ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആട്ടോ. സംഭവം രസമാണ് കേട്ടോ. ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് രസമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. റെഡി അല്ലേ? യെസ്, ഓക്കെ. ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ടൈപ്സ് ഓഫ് ഗുഡ്സ് കേട്ടോ. 3 തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, നമ്മളെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലൊക്കെ പറഞ്ഞത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് അല്ലെ. നമ്മുടെ സെല്ലർ ബയ്യറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, 2 ഫ്യൂച്ചർ ഗുഡ്സ്, 3 കണ്ടിജന്റ് ഗുഡ്സ്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദ സെല്ലർ. സെല്ലർ കൈവശം എന്തുണ്ട്? ആ ഗുഡ്സ് നിലവിലുണ്ട് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് നടത്തുന്ന സമയത്ത് സെല്ലർ അടുത്ത് എന്തുണ്ട്? ആ ഗുഡ്സ് ഉണ്ട്. അങ്ങനത്തെ ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഞാൻ എന്റെ കാറ് വിൽക്കാണ്. കാർ എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ലെ. ആ എന്റെ കയ്യിലുള്ള കാറാണ് ഞാൻ അടുത്ത് വിൽക്കുന്നത്. അപ്പൊ അതിന് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നാ പറയാ. അപ്പൊ ആ ഗുഡ്സ് സെല്ലറെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നാ പറയാ. അത് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്പെസിഫിക് ഗുഡ്സ്. അതായത് സ്പെസിഫിക് ഗുഡ്സ് പറഞ്ഞാൽ കൃത്യമായിട്ട് ബയ്യർക്കും സെല്ലർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ്സ്. ബയ്യർക്കും സെല്ലർക്കും കൃത്യമായിട്ട് അത് പറയാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് ഗുഡ്സ്, ഇതാണ് ഈ വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഗുഡ്സിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയാ. ഏത് സമയത്ത്? ആ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്. സപ്പോസ് ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ കാറ് കാണിച്ചു കൊടുക്കണമായിരിക്കും ബയ്യർ. ഇതാ എന്റെ കാറ്, ഇതാ അതിന്റെ കണ്ടീഷൻസ്, ചാവയൊക്കെ കൊടുത്തൊന്ന് ഓടിച്ചു നോക്കാനൊക്കെ കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയാം. രണ്ടാമത് അസർട്ടൈൻഡ് ഗുഡ്സ്. ഇവിടെ ഐഡന്റിഫൈഡ് ആഫ്റ്റർ ദ കോൺട്രാക്ട്. കോൺട്രാക്ടിന് ശേഷമേ ആ സാധനം കാണാൻ പറ്റുള്ളൂ. അപ്പൊ കോൺട്രാക്ടിന്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഗുഡ്സിനെ കാണാൻ പറ്റൂല. കോൺട്രാക്ടിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഗുഡ്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അസർട്ടൈൻഡ് ഗുഡ്സ്. അപ്പൊ പിന്നെന്താ? ഗുഡ്സ് കാണാൻ പറ്റില്ല, പിന്നെന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യും? കാർ അപ്പൊ കാണിച്ചു കൊടുക്കൂല. കാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ. 2010 മോഡലാണ്, കുഴപ്പമില്ലാത്ത കാറാണ്, കണ്ടീഷനാണ്, അതിന്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ആ ഫീച്ചേഴ്സ് പറ്റിയിട്ട് അവന് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഗുഡ്സ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, കാണുള്ളൂ. അതാണ് രണ്ടാമത്തത് അസേർട്ടൈൻഡ് ഗുഡ്സ്. ഇതിന് മൂന്നാമത്തത് അൺഅസേർട്ടൈൻഡ് ഗുഡ്സ്. ഇവിടെ എന്ത് ചെയ്യാല? ആ ഗുഡ്സിന് അറിയേയില്ല. അതായത് ആ കോൺട്രാക്ടിന്റെ സമയത്ത് ഗുഡ്സിനെ അറിയുന്നല്ല. കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആണ് ആ ഗുഡ്സ് അവനിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിലാണ് ആ ഗുഡ്സ് അവനിലേക്ക് എത്തിക്കുന്നത് അർത്ഥം. അതായത് നോ സെപ്പറേറ്റ്ലി ഐഡന്റിഫൈഡ് ഓർ അസർട്ടൈൻഡ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് അല്ലെ. ആ കോൺട്രാക്ടിന്റെ സമയത്ത് കൃത്യമായിട്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കോൺട്രാക്ടിന്റെ സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷമാണ്, ഫ്യൂച്ചറിലൊന്നല്ല കേട്ടോ, കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗുഡ്സ് അവന് കാണുന്നതും അവന്റെ കയ്യിലേക്ക് അത് എത്തുന്നതും. ഇതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. രണ്ടാമത്തത് ഫ്യൂച്ചർ ഗുഡ്സ്. ആ വാക്കിൽ തന്നെ ഉണ്ട്. ഗുഡ്സ് നോട്ട് യെറ്റ് ഇൻ എക്സിസ്റ്റൻസ് ഓർ നോട്ട് യെറ്റ് ബിലോങ് ദ സെല്ലർ. സെല്ലറുടെ കയ്യിൽ ആ ഗുഡ്സ് ഇല്ല. പിന്നെ ആ കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞ് ഫ്യൂച്ചറിൽ ഒരു സമയത്തായിരിക്കും ആ ഗുഡ്സ് അവനക്ക് കൊടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഗുഡ്സ് ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ കോൺട്രാക്ട്. ഒരു ഉദാഹരണം, ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ബയ്യർ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അല്ലെ, ഒരു 5 കോടി ഒരു സ്പെഷ്യൽ കാറാന്ന് വെച്ചോളൂ, സ്പെഷ്യൽ എഡിഷൻ കാറാണ്. അയാൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാറാണ്. അപ്പൊ എന്ത് ചെയ്തു? അയാൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, കോൺട്രാക്ട് ഉണ്ടാക്കി. എന്നിട്ട് ഒരു 2 മാസം കൊണ്ട് നമ്മൾ ആ കാർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ നിലവിലെ കാർ ഇല്ല അല്ലെ, അഥവാ ആ ഗുഡ്സ് അവിടെ അല്ല, നിലനിൽക്കുന്നേ ഇല്ല. കോൺട്രാക്റ്റിന് ശേഷമാണ് ആ ഗുഡ്സ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെ ആ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. അപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്യൂല? ആ ഗുഡ്സ് അവിടെ കാണിച്ചു കൊടുക്കൂല, ആ ഗുഡ്സ് അവിടെ അല്ല,
ആ കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഭാവിയിലാണ് ആ ഗുഡ്സ് അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അതാണ് ഫ്യൂച്ചർ ഗുഡ്സ് അറിയുന്നത്. നെക്സ്റ്റ് കണ്ടിജന്റ് ഗുഡ്സ്, അതായത് എക്സാമ്പിൾ നോക്കിയേ, ഗുഡ്സ് ഡ്യൂട്ടി അറിയും ഓൺ എ പർട്ടിക്കുലർ ഷിപ്പ്. ഒരു ഷിപ്പില് ആ ഗുഡ്സ് വരുന്നുള്ളൂ. ഗുഡ്സ് അവിടുന്ന് കയറ്റുമതി നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു ഷിപ്പിൽ ആ ഗുഡ്സ് വരാണ്. കോൺട്രാക്ട് ബിക്കംസ് പെർഫോമബിൾ ഓൺലി വെൻ ഗുഡ്സ് സേഫ്ലി റീച്ച് ദ സെല്ലർ. അപ്പൊ നമ്മൾ അവിടെ കണ്ടീഷൻ പറയണത് ആ ഗുഡ്സ് ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുള്ളൂ. ആ ഷിപ്പ് അല്ലെ, ആ ഷിപ്പിലാണ് ഗുഡ്സ് വരുന്നത്. ആ ഷിപ്പ് നമ്മളെ കൊച്ചിയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയുന്ന ഗുഡ്സിനെയാണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴാണോ ആ ഷിപ്പ് എത്തുന്നത്, അത് സെല്ലറെ കയ്യിലേക്ക് എത്തുന്നത്, അന്നേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ കോൺട്രാക്ട് അവിടെ നടത്തുള്ളൂ. ഇതാണ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്, ഒന്ന് എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സ് പറഞ്ഞു, പിന്നെ അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് പറഞ്ഞു, സെയിലും എഗ്രിമെന്റ് ടു സെയിലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഗുഡ്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി അടുത്ത ഒരു സെഷനിൽ നമുക്ക് പറയാം. ഓക്കെ.